ഇതേ ഷെമിമാച്ചാണ്. അപ്പൊ ഇന്ന് മാഷ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തെത്തി. അതുകൊണ്ട് തന്നെ പലരും പഠിച്ചു തുടങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാനല്ലേ. അപ്പൊ പഠിച്ചു തുടങ്ങുമ്പോൾ ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം എന്നാണ് നമുക്ക് പലർക്കും ആദ്യം കൺഫ്യൂഷൻ ആയിട്ട് വരിക. നമ്മൾ ഓണപരീക്ഷയ്ക്ക് മുമ്പുള്ള പാഠങ്ങൾ പഠിക്കണമോ അതുപോലെ ഏതൊക്കെ പാഠം വരെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരെ പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങേണ്ടത് ഏതൊക്കെ പാഠങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഏതെല്ലാം രീതിയിലാണ് ആക്ടിവിറ്റീസ് വരിക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ആ കാര്യം നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും ഈ കാര്യം അറിയിക്കാൻ ആരും മറന്നു വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ എന്നെയും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് നേരെ ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് ആക്ടിവിറ്റീസ് വരിക നോക്കാം. ഇവിടെ നോക്കിക്കേ, പരീക്ഷയ്ക്ക് നമുക്ക് 8 ആക്ടിവിറ്റീസ് വരും. അതിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ആൻസർ എനി 6 ആക്ടിവിറ്റീസ് ഔട്ട് ഓഫ് ദി 8 ആക്ടിവിറ്റീസ് ഗിവൺ എന്ന് പരീക്ഷാ പേപ്പറിന് മുകളിൽ ചെറുതാക്കി എഴുതിയിട്ടുണ്ടാവും. നിങ്ങളോട് എന്താ പറയുന്നത്, ആകെ 8 ആക്ടിവിറ്റി ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി എന്നാട്ടോ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പരീക്ഷ ചോദ്യപേപ്പറിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് വായിക്കാം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടാവും. ഇനി നമുക്ക് ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മാത്സിന്ന് പഠിക്കേണ്ടത് നോക്കാം. ഇവിടെ നോക്കിക്കേ, മാത്സിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകൾ ഇതൊക്കെയാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ് എന്നുള്ള പാഠം നിങ്ങൾ പഠിക്കണം. അതുപോലെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും എന്നുള്ള പാഠം പഠിക്കണം. സ്പീഡ് മാത്ത്, വേഗത്തിന്റെ കണക്ക് എന്നുള്ള പാഠം ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ടും അതും പഠിക്കണം. പിന്നെ ഡ്രോയിങ് ട്രയാങ്കിൾ, ത്രികോണ നിർമ്മിതി എന്നുള്ള പാഠവും നിങ്ങൾ പഠിക്കണം. പിന്നെ ഏറ്റവും അവസാനം റേഷ്യോ, അംശബന്ധം എന്നുള്ള പാഠവും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ആകെ 8 ആക്ടിവിറ്റീസ് പരീക്ഷയ്ക്ക് തരും. അതിൽ 6 ആക്ടിവിറ്റിക്ക് നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാം, ഓണപരീക്ഷയ്ക്ക് മുമ്പുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന് പലർക്കും സംശയം ഉണ്ടാവും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ നിന്ന് അത്ര ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് അധികം വരൂല. അതുപോലെ തന്നെ മണി മാത്ത് എന്നുള്ള പാഠം, പണമിടപാടുകൾ എന്ന് പറഞ്ഞ പാഠം, പണമിടപാടുകൾ എന്ന് പറഞ്ഞ പാഠവും പഠിക്കണമെന്ന് നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ആ പാഠത്തിന്റെ ഇൻട്രോ, തുടക്ക ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ഈ ലിസ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മാരത്തോൺ, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വൺ ഷോട്ട്, അങ്ങനെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് മാഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനുരത്ന മിസ്സും വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളും സെറ്റാക്കി തരും കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, എപ്പോഴും നമ്മുടെ സ്ഥലത്തിന്റെ ലൈവിലോട്ട് ഓടി വരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കേണ്ട, ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ മാഷ് ഇനിയും ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ആയിട്ട് വരും. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഈ വീഡിയോ കൂടുതൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പൊ ആരും മിസ്സായി പോകരുത് ഈ കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഈ ലൈവുകളിൽ കാണാം കേട്ടോ. ബൈ ബൈ.